അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാന്റെ ഉന്നത നേതൃത്വവും തമ്മിലുള്ള വാക്കേറ്റം മിഡിൽ ഈസ്റ്റിൽ വീണ്ടും ഒരു യുദ്ധ സാഹചര്യത്തിന് വഴി തുറന്നിരിക്കുകയാണ്. ഇറാനെതിരെ വീണ്ടും സൈനിക നടപടി സ്വീകരിക്കുമെന്നും ഇറാന്റെ ജീവരക്തമായ ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കുമെന്നും ട്രംപ് നടത്തിയ വിവാദ പരാമർശമാണ് പുതിയ അന്താരാഷ്ട്ര പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത്. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം എക്കാലത്തെയും മോശം അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. ട്രംപിന്റെ ഈ ഭീഷണിക്ക് അതിരൂക്ഷമായ ഭാഷയിലാണ് ഇറാൻ മറുപടി നൽകിയത്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ അധിനിവേശ ശ്രമവും ഉണ്ടാകരുതെന്നും അങ്ങനെ സംഭവിച്ചാൽ വലിയ വില നൽകേണ്ടി വരുമെന്നും ഇറാൻ ഔദ്യോഗികമായി മുന്നറിയിപ്പ് നൽകി. ഇറാൻ പാർലമെന്റിന്റെ വിദേശ നയം ദേശീയ സുരക്ഷാ സമിതി വക്താവായ ഇബ്രാഹിം റസായിയാണ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ ട്രംപിനെ നേരിട്ട് വെല്ലുവിളിച്ചത്. അമേരിക്കൻ സൈന്യം ഇറാൻ മണ്ണിൽ കാലുകുത്തിയാൽ ഒരു അമേരിക്കൻ സൈനികൻ പോലും ജീവനോടെ തിരിച്ചുപോകില്ലെന്ന് ഇബ്രാഹിം റസായി വ്യക്തമാക്കി. ഇറാന്റെ പരമാധികാരത്തിന് മേൽ കൈവയ്ക്കാൻ നോക്കിയാൽ കടുത്ത പ്രത്യാഘാതമുണ്ടാകുമെന്നാണ് അദ്ദേഹം കുറിച്ചത്. ഇറാന്റെ ഈ പരസ്യമായ വധഭീഷണി വാഷിംഗ്ടണിനെയും നാറ്റോ സഖ്യകക്ഷികളെയും ഒരുപോലെ ഞെട്ടിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കത്തിന്റെ കേന്ദ്രബിന്ദുവായി മാറിയിരിക്കുന്നത് തന്ത്രപ്രധാനമായ ഖാർഗ് ദ്വീപാണ്. പേർഷ്യൻ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഈ ചെറിയ ദ്വീപ് ഇറാന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ ആണിക്കല്ലാണ്. ഇറാന്റെ മൊത്തം എണ്ണ കയറ്റുമതിയുടെ ഭൂരിഭാഗവും നടക്കുന്നത് ഖാർഗ് ദ്വീപിലെ അത്യാധുനിക എണ്ണ ടാങ്കറുകൾ വഴിയും സംഭരണശാലകൾ വഴിയുമാണ്. ഖാർഗ് ദ്വീപിന് നേരെ ഉണ്ടാകുന്ന ഏതൊരു ചെറിയ ആക്രമണവും ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായി തകർക്കുമെന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് ട്രംപ് ഈ മേഖലയെ ലക്ഷ്യം വെക്കുന്നത്. ഉപരോധങ്ങൾ കൊണ്ട് ഇറാനെ തളർത്താൻ ശ്രമിക്കുന്ന അമേരിക്ക അവരുടെ എണ്ണ വിപണിയെ പൂർണ്ണമായി ഇല്ലാതാക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ സ്വന്തം ഊർജ്ജ കേന്ദ്രങ്ങളെ സംരക്ഷിക്കാൻ ഇറാൻ ഏതറ്റം വരെയും പോകുമെന്നാണ് വ്യക്തമാക്കുന്നത്. ഇറാന്റെ സൈനിക പ്രതിരോധ സംവിധാനങ്ങൾ ഖാർഗ് ദ്വീപിന് ചുറ്റും അതീവ ജാഗ്രതയിലാണ്. അമേരിക്കൻ നാവികസേനയുടെ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ മിസൈൽ വിന്യാസവും ഡ്രോൺ നിരീക്ഷണവും ഇറാൻ ശക്തമാക്കിയിട്ടുണ്ട്. ട്രംപിന്റെ പ്രസ്താവന വെറും ഒരു ഭീഷണിയായി കാണാൻ ഇറാൻ തയ്യാറല്ലെന്ന് വ്യക്തമാക്കുന്നതാണ് അവരുടെ ഇപ്പോഴത്തെ തയ്യാറെടുപ്പുകൾ. മിഡിൽ ഈസ്റ്റിലെ പ്രാദേശിക സന്തുലിതാവസ്ഥയെ തന്നെ തകിടം മറിക്കാൻ പോന്നതാണ് ഈ പുതിയ വടംവലി. പേർഷ്യൻ ഉൾക്കടലിലൂടെയുള്ള ആഗോള എണ്ണ വിതരണത്തെ ഈ തർക്കം വരും ദിവസങ്ങളിൽ ബാധിച്ചേക്കാം. ഹോർമസ് കടലെടുക്കും ഖാർഗ് ദ്വീപും ഉൾപ്പെടുന്ന മേഖലയിൽ അശാന്തി പടർന്നാൽ അത് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമാകും. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള ഈ ശീതയുദ്ധം കേവലം വാക്കുകളിൽ ഒതുങ്ങില്ലെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. പ്രകോപനപരമായ പ്രസ്താവനകൾ ഇരുപക്ഷത്തു നിന്നും ഉണ്ടാകുന്നത് സൈനികർക്കിടയിൽ തെറ്റിദ്ധാരണകൾക്കും പെട്ടെന്നുള്ള ഏറ്റുമുട്ടലുകൾക്കും കാരണമായേക്കാം. പശ്ചിമേഷ്യ വീണ്ടും ഒരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. ഡൊണാൾഡ് ട്രംപ് തന്റെ മുൻ ഭരണ കാലയളവിലും ഇറാനെതിരെ കടുത്ത നിലപാടുകളാണ് സ്വീകരിച്ചിരുന്നത്. ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറിയതും ജനറൽ ഖാസിം സുലൈമാനിയെ വധിക്കാൻ ഉത്തരവിട്ടതും ട്രംപായിരുന്നു. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ പുതിയ ഭീഷണികളെ ഇറാൻ അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. അമേരിക്കൻ നീക്കങ്ങൾക്ക് ബദലായി റഷ്യ, ചൈന തുടങ്ങിയ വൻ ശക്തികളുമായി ഇറാൻ നയതന്ത്ര ബന്ധം ശക്തമാക്കുന്നുണ്ട്. അമേരിക്ക ഏകപക്ഷീയമായി ആക്രമണം നടത്തിയാൽ പ്രാദേശിക സഖ്യകക്ഷികളായ ഹിസ്ബുള്ള, ഹൂതികൾ തുടങ്ങിയ പ്രോക്സി ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ താവളങ്ങളെ ആക്രമിക്കാനും ഇറാൻ പദ്ധതിയിടുന്നു. അമേരിക്കൻ ജനതയുടെ സുരക്ഷയെ മുൻനിർത്തി ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ യുഎസിനുള്ളിൽ തന്നെ ചില കോണുകളിൽ നിന്ന് വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ മറ്റൊരു യുദ്ധം ആരംഭിക്കുന്നത് അമേരിക്കൻ സൈനികരുടെ ജീവന് ഭീഷണിയാകുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ചൈനയ്ക്കും ഇറാനും മേൽ പൂർണ്ണ മേധാവിത്വം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത്. ഇറാൻ ഭീഷണിയെ അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയമായ പെന്റഗൺ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. മേഖലയിലെ തങ്ങളുടെ കപ്പലുകൾക്കും സൈനിക താവളങ്ങൾക്കും നേരെ ഉണ്ടാകാൻ സാധ്യതയുള്ള വ്യോമാക്രമണങ്ങളെ ചെറുക്കാൻ ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ അമേരിക്കയും സ്വീകരിക്കുന്നുണ്ട്. യുദ്ധസന്നദ്ധത പ്രഖ്യാപിച്ചുകൊണ്ട് ഇരുവിഭാഗവും നിലയുറപ്പിച്ചിരിക്കുന്ന അവസ്ഥയാണിപ്പോൾ. ഈ വളർന്നു വരുന്ന വാക്പോര് കേവലം നയതന്ത്ര തലത്തിൽ ഒതുങ്ങാതെ ഐക്യരാഷ്ട്രസഭയിലും ചർച്ചയായേക്കാം. പശ്ചിമേഷ്യയിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ഇരുപക്ഷവും പിന്മാറണമെന്ന് UN വക്താക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ സമാധാന ചർച്ചകൾക്കുള്ള സാധ്യതകൾ നിലവിൽ വളരെ മങ്ങിക്കിടക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഖാർഗ് ദ്വീപിന് ചുറ്റുമുള്ള സൈനിക നീക്കങ്ങൾ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കും.
അമേരിക്ക തങ്ങളുടെ ഭീഷണി യാഥാർത്ഥ്യമാക്കാൻ ശ്രമിച്ചാൽ അത് ആധുനിക ചരിത്രത്തിലെ ഏറ്റവും ഭയങ്കരമായ പ്രാദേശിക യുദ്ധങ്ങളിൽ ഒന്നിലേക്ക് നയിച്ചേക്കാം. മേഖലയിൽ നിന്നുള്ള ഓരോ പുതിയ വാർത്തകളും അതീവ പ്രാധാന്യത്തോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത്.